ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് പെരുന്നാൾ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെ ഇന്ന് പെരുന്നാളായിട്ട് എല്ലാവരും പെരുന്നാൾ നിസ്കാരവും പെരുന്നാൾ ചോറും പിന്നെ പെരുന്നാൾ ഡ്രസ്സൊക്കെ കിട്ടുമെന്ന് വിചാരിക്കണ് അല്ലേ? ഇടാത്തവരുണ്ടോ? ഉണ്ടാവില്ല, സാധ്യത കുറവാണ്. പക്ഷെ എന്നാലും പണ്ടത്തെ പെരുന്നാളിൻ്റെ ഒരു വൈബ് ഈ പെരുന്നാളിന് കിട്ടുന്നില്ല. അത് എന്താണെന്ന് അറിയില്ലല്ലേ. പണ്ട് ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്ന പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പെരുന്നാളായിരുന്നു. ഇപ്പോഴത്തെ പെരുന്നാൾ വരെ ആ ഒരു ഇതിലുള്ള എക്സൈറ്റ്മെന്റ് നമുക്കില്ല. അതെന്താണെന്ന് അറിയില്ല, നമുക്ക് നല്ല പൊതുവെ ആർക്കും ഇല്ല ഈ പ്രാവശ്യം. അതെന്താണെന്നറിയില്ല. പിന്നെ നോമ്പ് കഴിഞ്ഞ് വരുന്ന പെരുന്നാളിന് അത് വേറെ പ്രത്യേകതയാണ്. കാരണം 30 ദിവസം നോമ്പ് എടുത്തുകാണ്ട് പിന്നെ 31ാമത്തെ പെരുന്നാൾ അന്ന് മുതൽ പിന്നെ എന്നും കഴിക്കാലോ എന്നുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ട് ആ പെരുന്നാളിന് എപ്പോഴും ഭയങ്കര വാല്യൂക്കാരം. പക്ഷെ ഈ പ്രാവശ്യത്തെ വലിയ പെരുന്നാളിന് അത്ര വലിയൊരു ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ വലിയൊരു സന്തോഷം അതെ ഇല്ല, എന്തായാലും പൊതുവെ ഇല്ല. പിന്നെ കുറെ റീലും കാണുന്നുണ്ട് ഇപ്പൊ ഈ പെരുന്നാൾ അത്ര പോരാ, അങ്ങനെ പെരുന്നാളാ തോന്നില്ല എന്നൊക്കെ പറഞ്ഞു കണ്ടേ. അത് സത്യം തന്നെ ഉണ്ടോ? പലർക്കും തോന്നിയിരുന്നു. പക്ഷെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ പെരുന്നാളിന്റെ ഇന്ന് ചെറിയ എന്തൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷെ ഇന്നലെ വരെ നാളെ പെരുന്നാളാണ് എന്നുള്ള ആ ഒരു മൈൻഡ് വരെ. നാളെ പെരുന്നാൾ അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ നാളെ പെരുന്നാളാണ് ആ ഒരു എക്സൈറ്റ്മെന്റ് ഇന്നലെ വരെ ഇല്ലേനു. പക്ഷെ ഇന്നിപ്പോ ചെറുതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ കുടുംബക്കാരത്തോടെയും ഇതിലൊക്കെ നടക്കുമ്പോൾ ഒന്നുകൂടി തോന്നുന്നു വിചാരിക്കണേ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പണ്ട് അറിയുമ്പോൾ ചെറുപ്പകാലത്ത് പടക്കം, മെയിനായിട്ട് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പടക്കം, പിന്നെ പുതിയ ഡ്രസ്സ്, പിന്നെ ചങ്ങായിമാര് ഫ്രണ്ട്സ്, അതൊക്കെ ഇനി ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം പിന്നെ കല്യാണം കഴിച്ചാൽ പിന്നെ ചങ്ങായിമാര് ഫ്രണ്ട്സ് അങ്ങനെയാണല്ലോ. അപ്പൊ എന്തായാലും ഹാപ്പി ഈദ് മുബാറക്ക്. പെരുന്നാളൊക്കെ എല്ലാവരും അടിപൊളി കണ്ട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ആഘോഷിക്കും. അല്ലേ? പെരുന്നാൾ പിന്നെ നമ്മൾ ഓരോരുത്തരും വേണം എക്സൈറ്റ്മെന്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തർ സഹകരിച്ചുകൊണ്ട് എന്ത് സഹകരിക്കാൻ എല്ലാവർക്കും സഹകരിച്ചെടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി എന്താ പറയാ ആഘോഷിക്കും. രണ്ട് പടക്കൊക്കെ വാങ്ങേണ്ട അവത്തൊക്കെ കിട്ടോളി പേരൻ്റെ അവത്തൊക്കെ. അപ്പൊ തന്നെ ആളെ ഒച്ചമ്പിളിയൊക്കെ വന്നോളും. അയൽക്കാരെ പരിക്കൊക്കെ ഇടർന്നോളി. ഞാൻ പറയില്ലേ, നമ്മളത് അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെച്യൂരിറ്റി വരുന്നതാണ്. അപ്പൊ പിന്നെ പടക്കം പൊട്ടി ഉണ്ടാ നിന്നായി കുട്ടികളെ കൊണ്ട് ഇറങ്ങാറ് അങ്ങനെയൊക്കെ വരും കല്യാണം കഴിഞ്ഞ. കാരണം അപ്പോൾ ആൾക്കാർ പറഞ്ഞ മെച്യൂരിറ്റി, ചിലവർ പറഞ്ഞ തന്ത വൈബ്. നിങ്ങൾ പറയുന്ന പോലെ ഓരോരും നോക്കും. പക്ഷേ ഓരോരുത്തരും നോക്കിക്കോളൂ. നിങ്ങൾ കുറച്ചാലും കഴിച്ചപ്പോൾ അങ്ങനെ കാരണം പിന്നെ പെണ്ണെ കെട്ടി കഴിഞ്ഞാല് പിന്നെ തന്ത വൈബായി മാറും. ഇല്ലെങ്കിൽ മാറ്റും തന്ത വൈബാക്കിയിട്ട്. നോക്കണം അന്നല്ല അപ്പൊ അത് വേണ്ടിയതാ. ഞാൻ ഒന്നും കേട്ടില്ല. ഞാൻ എന്നോട് മാറാൻ പറയില്ലല്ലോ. ഇല്ല അങ്ങനെ. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിക്കോ പറയലുണ്ട്. ഓ പറയില്ല ഫ്രണ്ട്സ് അടുത്ത് ഞാൻ പോണില്ല, ഓലോട് പോ. ഞാൻ പറയണില്ല, അവര് കേക്കോ. ഇന്നെ എങ്ങനെ ഫ്രണ്ട്സ് എടുത്ത് കൂടലെന്നോ? ഞാൻ പോട്ടെ, പോയിക്കോ പോയി നേരത്തെ പോര്. പോകൂലെന്ന് പറയില്ല, പോയിക്കോ പോയിക്കോന്ന് പറയാം. ഇല്ല, നമ്മളിവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാണ്ട് നിൽക്കാം. എൻജോയ്മെന്റ് എൻജോയിങ് ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയലുണ്ട് പോയിക്കോ എന്നൊക്കെ. ഇപ്രാവശ്യമൊക്കെ ഞാൻ ചോദിച്ചെന്താ പോവാത്തെ? എങ്ങനെ എന്താ പോകാത്ത? ഇല്ലട്ടോ ഇല്ല. ഓ വെറുതെ എന്നാണ് അറിയാം, മനസ്സിലായല്ലോ എന്നാണ് അറിയാം. ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കി താഴെ കൊടുക്കാം. ഓര് പറയാ ഇപ്പൊ ജസ്റ്റീറിന് ഇപ്പൊ തീരെ കിട്ടുന്നില്ല. പെണ്ണെട്ടി കഴിഞ്ഞ പോകുന്ന ആളാണ്. എന്തുകൊണ്ടറിയോ? ജസ്റ്റീർക്ക് പെണ്ണുങ്ങളല്ലാണ്ട് ഇപ്പൊ ഒന്നിനും പറ്റുന്നില്ല. എന്നോട് എന്താ അറിയാൻ പറയല്, ഞാൻ പോണില്ല എന്നറിയില്ലേ. എത്ര പോകാൻ പറഞ്ഞാലും പോകില്ല. ഞാനിപ്പോ കൊറേ ആയിട്ട് ചോദിക്കല്. അതെന്താ വെച്ചാല് പോയി കഴിഞ്ഞാ പിന്നെ ഇങ്ങോട്ടാണല്ലോ വരാനുള്ളത് ആലോചിച്ചിട്ടാണ് ഞാൻ ആദ്യം പോണില്ല. തുറന്നിടാനൊക്കെ ഞാൻ പറയലുണ്ട്. ഉണ്ട് വാതിൽ തുറന്നിടാ റൂമിന്റെ. പക്ഷെ മെയിൻ വാതിൽ പുറത്തല്ല, ഉള്ളിന്ന് പൂട്ടിണ്ടാവെന്ന് പറയാം, മുറ്റത്ത് കടന്നുപോകുന്ന അറിയുള്ളൂ. എന്തായാലും അങ്ങനെയൊക്കെയാണ് പെരുന്നാള് അല്ലേ? അപ്പൊ ഇനിയിപ്പോ ഓരോ പെരക്കൂടി ഇങ്ങനെ പോയി നോക്കണം. പെങ്ങളോടക്ക് പോയി നോക്കണം, 2 പെങ്ങന്മാരുണ്ട്, അവർക്ക് പോയി നോക്കണം, വിനോദോടക്ക് പോയി നോക്കണം, ഉമ്മാന്റെ വീട്ടിൽ പോയി നോക്കണം. എല്ലായിടത്തോടും ഇങ്ങനെ കറങ്ങിയാണ്ട് കണ്ട് പോട്ടെ. വേറെ കാര്യം, ഇന്നിപ്പോ നേരെ പെരുന്നാൾ കഴിഞ്ഞപ്പോഴോളം പെര കൊണ്ടാക്കിയത്. പിന്നെ 2 ആഴ്ചക്ക് പിന്നെ 2 ആഴ്ചക്ക് എനിക്ക് ഭയങ്കര സങ്കടാണ്.
എനിക്ക് സന്തോഷം. അതെ അതെ ഞാനൊരു കുറച്ച് ദിവസം കഴിഞ്ഞ് 14 ദിവസമൊക്കെ എന്തായാലും നിൽക്കും. നിന്നോ അവിടെ നിന്നോ 14 ദിവസം മതി. അങ്ങനെ. അപ്പോ എന്തൊക്കെയാണ് ഓരോരുത്തരുടെ പേരിലും ചോറ്? പൊതുവെ എല്ലായിടത്തും ബിരിയാണി ഉണ്ടാവില്ലേ പെരുന്നാൾക്ക്? ബിരിയാണി എല്ലായിടത്തും ബിരിയാണി കാരം കുറവ്. എന്നാലും പൊതുവെ കുറെ പേരിലൊക്കെ ബിരിയാണി കാരുണ്ടാവുക. ബിരിയാണി ട്രഡീഷണൽ ആണ്. മന്തി ഉണ്ടാവും, പക്ഷെ പൊതുവെ വെക്കണോലൊക്കെ ബിരിയാണി വെക്കണം. മന്തി വെക്കണോലൊക്കെ കുറവാണ്. എന്താണാവോ? എന്തായാലും ഓരോരുത്തർക്ക് ഓരോ കാരം. എന്തായാലും ഇതാണ് നമ്മളെ പെരുന്നാൾ ഡ്രസ്സ് അയച്ചാലിപ്പോ ഇത് കഴിഞ്ഞ പെരുന്നാൾ ഡ്രസ്സാട്ടോ. ഈ പെരുന്നാൾക്ക് ഡ്രസ്സല്ല, അവളത് പിന്നെ പുതിയ ഡ്രസ്സാണ്. എങ്ങനെ ഈ പെരുന്നാൾക്ക് എന്താ പെരുന്നാൾ പൈസ? പെരുന്നാൾ പൈസ ചെറിയ പെരുന്നാൾക്കുള്ളൂ അല്ലെ? എല്ലാ പെരുന്നാൾക്കും 25,000 പൈസ. പെരുന്നാൾ പൈസ കൊടുക്കണോലുണ്ട്, പക്ഷെ ഞാൻ തന്നെ ഒരു ഇതല്ലേ ധനമല്ല എനിക്ക്. ഇനി വേറെ പൈസ ആയിട്ട് വേണോ? തരാം. ഒറ്റ മിനിറ്റ്. 10 രൂപയുണ്ട്. 10 രൂപ സൂക്ഷിച്ച് ചെലവാക്കണം കേട്ടോ. ചെലവാക്കാൻ പാടില്ല. ഇത് ബാങ്കിൽ ഇട്ടിട്ട് ആ പൈസ കയറി ആ പൈസ കൊണ്ട് 2 ഏക്കർ സ്ഥലം വാങ്ങിക്കൊണ്ടിട്ടോ. എന്ത് സന്തോഷം എന്താ തള്ളച്ചാണ്. അതേ സ്വഭാവം. പൈസ എത്തിയാ ചെവിന്റെ അടി തിരിക്കുക. പണ്ടൊക്കെ കിട്ടിയില്ലേ? എത്രങ്ങാനും പൈസ കിട്ടിയോ? അതാണ് അത് സംബന്ധിച്ച് ഞാൻ ഒന്ന് റീലുണ്ട്. അതേ പറഞ്ഞ മാതിരിയാണ്. ഇപ്പോഴത്തെ പെരുന്നാൾ എന്താ എക്സൈറ്റ്മെന്റ് ഇല്ലാത്തെന്ന് വെച്ചാല്, പണ്ട് പറയുമ്പോൾ നമ്മൾ കുട്ടികളാകുമ്പോൾ നമുക്ക് പടക്കം ഇങ്ങോട്ട് വാങ്ങിത്തരും, നമുക്ക് പുതിയ ഡ്രസ്സ് ഇങ്ങോട്ട് വാങ്ങിത്തരും. നമ്മള് മറ്റേ പൈസ ഒക്കെ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ വലിയവരൊക്കെ വന്നിട്ട് പൈസ ഒക്കെ തരുമല്ലോ. അപ്പൊ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിക്കാരം, ഭയങ്കര സന്തോഷമായിക്കാരം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വലുതായി. അപ്പൊ ഇതൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾ അങ്ങോട്ട് വാങ്ങി കൊടുക്കുക, നിങ്ങൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കേണ്ടി വരും, നിങ്ങൾ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഫുൾ അന്നറിയുമ്പോൾ നമുക്ക് കിട്ടരും, ഇന്നറിയുമ്പോൾ നമ്മൾ കൊടുക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ പെരുന്നാളത്തെ എക്സൈറ്റ്മെന്റ് അല്ലാതെന്നാണ് സത്യം അല്ലേ ശരിക്ക്? അങ്ങനെ. അപ്പൊ എന്തായാലും എല്ലാവരും ഈ ഇത് അടിപൊളിയായിക്കാണ്ട് ഉഷാറാക്കിയിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. എന്നാൽ ഞങ്ങൾ രണ്ട് മെല്ലണ്ട് ഇറങ്ങട്ടെ, ഓരോരോ പരികൂടിയും പോകാണ്ട് ഞങ്ങൾ പോട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു വീഡിയോ. വേറെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ 2 ആഴ്ചയാണ്. അപ്പൊ ഇതേ മയക്കത്തൊരു വ്ളോഗ് ഇട്ടണമെങ്കിൽ 2 ആഴ്ച ആവും. ഞാൻ ഒറ്റയ്ക്ക് എന്താ പറയാ, എനിക്കറിയില്ല. ഒരാളുണ്ടാകുമ്പോ നമുക്ക് ഓരോട് ഇങ്ങനെ അതിന്റെ ഒരു അഭിപ്രായം പറഞ്ഞ് എന്നെ കളിയാക്കി അങ്ങനെ പറയുമ്പോ നമുക്കൊരു രസമാണ്, നമുക്ക് പറയാൻ കിട്ടും. ഇത് ഒറ്റ ഇങ്ങനെ വാർത്ത വായിച്ചാൽ മാതിരി ഇങ്ങനെ വായിച്ചാൻ പറ്റുമ്പോ അത് കുട്ടികൾ അവിടെയാണ്, എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ മാത്രം അല്ല, ഇല്ലെങ്കിലും ഞാൻ പറയാം. ഞാൻ അവിടുന്ന് വീഡിയോ ഇടാം. മിസ് ചെയ്യണില്ല. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മള് വേറെ ദിവസം വരാം. ബൈ. See you.